ചേട്ടാ നല്ല സിപ്പപ്പ് കുറച്ചുകൂടി വാങ്ങിക്കണ്ടായിരുന്നു. അതെ, ഒരെണ്ണത്തിന് 15 രൂപയാണേ, 3 ഇപ്പൊ 45ആയി. നീ വാങ്ങി തരഞ്ഞ്. പക്ഷേ അല്ലടി, കൊച്ചിനെ കുറ്റം പറയാൻ പറ്റൂല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പൊ പെട്ടെന്ന് തീർന്നു പോവില്ലേ മോനെ ഗന്ധർവൻ കേശു? എന്തോന്നടാ, 10-20 വയസ്സായില്ലേ? ഇപ്പോൾ 5 വയസ്സുള്ള പിള്ളേരെ പോലെ കൊതിയാക്കാതെ കൊണ്ട് നടക്കുക. ഏയ് ബാക്കി പറഞ്ഞൊക്കെ ഞാനങ്ങ് സമ്മതിച്ചു. ഈ ഗന്ധർവൻ കേശു പുതിയ പേരെടുത്ത് വന്നത്? ഗന്ധർവൻ കേശു, കിളവൻ കേശു, മരവാഴ, കേട്ടോ അമ്മമാരോട് ഇനി വിളിക്കാൻ തുടങ്ങും കേട്ടാ. അച്ഛൻ എന്തേ എനിക്ക് ഇഷ്ടപ്പെട്ട ഗന്ധർവൻ കേശു ഉണ്ടായി. ഇതേപോലെ പറഞ്ഞു പറഞ്ഞാണ് അച്ഛന്റെ സൈക്കോപാലു മൊട്ടപാലു എന്നുള്ള പേര് മൊത്തം ഫേമസ് ആയത്. അതൊക്കെ ഒരു ഗത്തുണ്ട്. എന്താണ് ഗന്ധർവൻ കേശു, മരവാഴ കേശു? ഈ വായ്മച്ചനും ഉണ്ടായിരുന്നാ മതി, ആരും കേൾക്കൂല. ചേട്ടാ എന്റെ സിപ്പിന് നല്ല ടേസ്റ്റ് ഉണ്ട്. നിന്റെ സിപ്പിനെ? സിപ്പപ്പിന്. സിപ്പപ്പ് ഏത് ഫ്ലേവർ? സ്ട്രോബെറി. സ്ട്രോബെറി. സ്ട്രോബെറിക്ക് എത്ര ടേസ്റ്റ് ഉണ്ടായിരുന്ന? എനിക്ക് തോന്നണില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. ഉറപ്പാണോ? എങ്ങനെ ടേസ്റ്റ് ആണോ? കുടിച്ചാ എന്തോന്നടേ ഇത്? അലമ്പ് തന്നെ, ഒരേ അലമ്പ്. നിന്നെയാണല്ലോ അവിടെ ഇത്രയും സൗന്ദര്യവും ബുദ്ധിയും വിദ്യാഭ്യാസമുള്ള പിള്ളേര് പ്രേമിക്കാൻ നടക്കണം ആലോചിക്കുമ്പോഴത്തേക്കും വിഷമമുണ്ടോ? ദയ തോന്നുന്നു എനിക്ക് അവരുടെ അടുത്ത്. അതുമായിട്ട് എന്തൊരു ബന്ധം? നിനക്ക് വേണ്ടേ അത്? വേണം. നിന്നെ ചോദിക്കങ്ങോട്ട്. ഇതിപ്പോ ഞാൻ ചപ്പിപ്പോയി, വേണമെങ്കിൽ ഇത് തരാം. വേണ്ട പിന്നെ ഞാൻ കഴിച്ചോളാം. താങ്ക് യു. കൊടുത്തങ്ങോട്ടത് വേണോ? എനിക്കൊന്നും വേണ്ട. വേഗം വാങ്ങിച്ചോ, ഇല്ലെങ്കിൽ അവൻ അപ്പുറത്ത് കടിക്കും, പിന്നെ കഴിക്കാൻ പറ്റൂല. വേണ്ട, എനിക്ക് വേറെ വാങ്ങിച്ചാ. വേറെ മേടിച്ചാലുള്ള കാശൊന്നും നമ്മുടെ ഇല്ല. കൊടുക്കങ്ങോട്ട് കൊച്ചിന്. ചപ്പിപ്പോയി. അത് കുഴപ്പമില്ല, ഞാൻ അപ്പുറത്തെ സൈഡ് കഴിച്ചോളാം. കൊടുത്തേ. ഇനി അപ്പുറത്തെ സൈഡ് നീ ചപ്പി കഴിഞ്ഞാൽ നിന്റെ നല്ല അടി കിട്ടൂട്ടാ. കൊടുക്ക്. സ്ട്രോബെറി കൊള്ളാടി. വാങ്ങാൻ പോണം. കളി മോനെ. എന്റെ ചോക്ലേറ്റ് ഉണ്ട്. നീ കഴിച്ചോ. നാളെ ഞാൻ അമ്മൂമ്മ സോപ്പിട്ടിട്ട് പൈസ വാങ്ങിച്ചിട്ടു. എന്നിട്ട് കടയിൽ പോയിട്ട് കൊറേ സിപ്പപ്പ് വാങ്ങിക്കും. അപ്പൊ ചേട്ടനും കൂടെ വരും. അയ്യാടാ, കൊണ്ടുപോകത്തില്ല. എന്നെ നീ കൊണ്ടുപോകത്തില്ല? നീ ഒറ്റയ്ക്ക് പോകുന്നാണ് പറഞ്ഞു വരുന്നത്. നീ ഒറ്റയ്ക്ക് ആ പച്ച ഗേറ്റ് താണ്ടണത് എനിക്കൊന്ന് കാണണമല്ല. നിനക്ക് അതിനുള്ള പെർമിഷൻ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ? ഞാൻ ശിവാൻ ചേച്ചിയും കൂട്ടി പോവും. പാറേ, എന്നെ കീഴായിട്ട് ചേട്ടനോട് ഭയങ്കരമായിട്ട് സ്നേഹം കുറയുന്നു. സോപ്പിട്ട് പതപ്പിച്ച കൊച്ചിനെ കയ്യിലെടുക്കണം കേട്ടോ. നടക്കൂല, നമ്മുടെ നീതി നടക്കൂല. ചേച്ചി ചേച്ചി മറ്റന്നാള് ഈ സമയത്ത് എവിടെ ആയിരിക്കും? മറ്റന്നാ ഞാൻ ഈ സമയത്ത് ചെന്നൈയിലെ ക്ലാസ്സിൽ കുത്തിയിരിക്കുമായിരിക്കും. എന്തിനാ പെണ്ണിപ്പോ ഓർമ്മിപ്പിക്കാൻ പോയ? ഞാൻ ആശ്വസിച്ചിരിക്കുവായിരുന്നു. ക്ലാസ്സൊക്കെ എത്ര ബോറിന്റെ അല്ലടാ, അവിടെ ചെന്ന് കഴിഞ്ഞാ പിന്നെ കുഴപ്പമില്ല. പക്ഷെ വീട് വിട്ട് പോണോന്ന് ഓർക്കുമ്പോ ഒരു വിഷമോ. സിമ്പിൾ മാറ്റർ. ഇപ്പൊ കഴിയൂലേ ക്ലാസ്സൊക്കെ? ഇതിപ്പോ കഴിയേ, ഫസ്റ്റ് ഇയർ ആയിട്ടേ ഉള്ളൂ. ഇനിയുണ്ട് 3 കൊല്ലം. 3 കൊല്ലം കൂടെ അല്ലേ ഉള്ളൂ? 3 കൊല്ലം എന്താ ഇങ്ങനെ പോവത്? ഇങ്ങനെ പോയാ കൊള്ളാം. എങ്ങനെങ്കിലും കോഴ്സ് എടുത്ത് ജോലിക്ക് അറിയാൻ മതി. ഇതിന്റെ പൊന്നി ടെൻഷനാണോ മൊത്തത്തില്? പിന്നെ എന്തായാലും നമ്മള് ജോലിക്ക് പോണമല്ലോ. എന്തെങ്കിലും ഗുണം വേണ്ട? അല്ല, നിനക്ക് എന്താ പരിപാടി 2 കൊല്ലം കഴിഞ്ഞിട്ട്? അല്ല, ഡിഗ്രി എടുത്ത് കഴിഞ്ഞിട്ട് എന്താ പരിപാടി? ലിറ്റൽ എടുത്തേക്കുന്നേ? എന്ത് ചെയ്യാൻ ഉദ്ദേശം? എന്റെ പരിപാടിയൊക്കെ എത്ര കൊല്ലം കൊണ്ട് പറയണതാ, അതിനൊന്നും ഒരു മാറ്റവും ഇല്ല. ഞാൻ പഠിത്തം കഴിയുന്നു, നേരെ എൻ്റെ സ്വപ്ന പൂങ്കാവനത്തിലേക്ക് പോകുന്നു. പൂങ്കാവനം അല്ലെങ്കിലും ഞാൻ പടവലത്തോട്ട് പോകും. എന്നിട്ട് അവിടെ ഞാൻ 100 മേനി വിളയിക്കും. നീ വലയും? എന്റെ പൊന്നു മോനെ, നീ ഉദ്ദേശിക്കുന്ന എളുപ്പമല്ല കൃഷിപ്പണി എന്ന് പറയുന്നത്. നല്ല ബുദ്ധിമുട്ടാ. എളുപ്പമുള്ളൊരു 10 മണിയുടെ പേര് പറ മക്കൾ പെട്ടെന്ന്. ചിപ്പ പിടിക്കുന്നല്ല, ബാക്കി എല്ലാം പണിയുള്ള പണിയാണ് കേട്ടാ. നീ ഇപ്പൊ ചെയ്യുന്ന അത്ര ബുദ്ധിമുട്ടില്ല, എളുപ്പമുള്ള പണികളൊക്കെ തന്നെ. കഷ്ടപ്പാടല്ലേ, ഇങ്ങനെ കൈ ഒക്കണം. പാടല്ലേ ഇതൊക്കെ? കഷ്ടപ്പാടാണ്. 2-3 പിള്ളേരെ ഒപ്പത്തി കൊണ്ടു നടക്കണമല്ലോ. അതിവിടെ ആരെങ്കിലും ചോദിച്ചതിന്റെ അടുത്ത്. ഓക്കെ, ഇതിപ്പോ നീ ഒന്ന് ഞാനൊന്ന് ഈക്വൽ ആയേ. നീ പടവലത്തെ കേസ് പറ. പടവലത്ത് എന്ത് കേസ്? പടവലത്ത് പോകുന്നു, കൃഷി ചെയ്യുന്നു. ചേട്ടാ കൃഷിക്ക് പടവലത്ത് പോവല്ലോ. അപ്പൊ ഞാനും പഠിത്തം നിർത്തിയിട്ട് വരും.
എന്തിനി? ചേട്ടൻ സഹായിക്കേ. പഠിത്തം നിർത്താനാ? അല്ലെങ്കിൽ തന്നെ നീ പഠിക്കണുണ്ടാ? ഇങ്ങനെ പഠിക്കാൻ മടിയുള്ള ഒരു കൊച്ചു നിനക്കുണ്ടോ? നിനക്ക് അവക്ക് എന്തൊരാവണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ഓടണത്. അവക്ക് കൃഷിക്കാരിയാവണം പോലും. ஐயோ எவ்வளோ பெரிய ஃப்ரிட்ஜ், அலமார மாதிரி தெரியுது. அம்மா இதுக்குள்ள எப்படி பொருள் எல்லாம் வைக்க முடியும்? ആ അതെ, ലച്ചുവിനോട് ഞാൻ പറഞ്ഞു ഈ ഇരിക്കുന്ന ഫ്രിഡ്ജിനകത്തിലെ സാധനം എല്ലാം കൂടെ കൊള്ളത്തില്ലെന്ന്. അപ്പോൾ അവൾ പോയി മേടിച്ചോണ്ട് വന്നതാ. പകുതി വിലയ്ക്ക് കിട്ടിയെന്നൊക്കെ അവൾ പറയുന്നത്. ഉള്ളതാണോ കള്ളതാണോ? അമ്മമ്മേ, അത് സിപ്പപ്പ് ഐസ്ക്രീം ഒക്കെ കൊറേ വെക്കാല്ലേ. പിന്നെ ഒളിച്ചോളി കളിക്കുമ്പോ ഒളിച്ചിരിക്കും. കൊച്ചേ, ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യല്ലേ, അപകടം ഉണ്ടാവും. அம்மா எப்படி ஆனாலும் ரொம்ப அழகா இருக்கு. ആ ഞങ്ങളുടെ പടവലത്തൊരു ഫ്രിഡ്ജ് ഇരിപ്പുണ്ട്. പഴയ ഫ്രിഡ്ജാ. ഫ്രിഡ്ജെങ്കിൽ ഫ്രിഡ്ജ് അതാണ്. ചില സമയത്ത് അതിനകത്തിൽ എല്ലാം നല്ല തണുത്തിരിക്കും, ചില സമയത്താണെങ്കിൽ എല്ലാം ചൂടായിട്ടിരിക്കും. சூடா? ആ ஐயோ அந்த ஃப்ரிட்ஜ் எங்க இருந்து வாங்கினீங்க? അതൊക്കെ പണ്ട് മേടിച്ചതല്ലേ, ഇപ്പോഴൊന്നും മേടിച്ചൊന്നും അല്ലല്ലോ. അപ്പൊ അത് അതിന്റെ ഗുണം കാണിക്കും. എന്താണ് എല്ലാരും കൂടെ അടുക്കള എന്തൊരു ചർച്ച? ഫ്രിഡ്ജിന്റെ അടുത്ത് എന്തൊരു തീരുമാനമാക്കിയ? ഒരു തീരുമാനമായില്ല, കണ്ട് ആസ്വദിച്ചോണ്ട് നിൽക്കുന്നു. അയ്യടാ, രഘുവാന്റി, എന്താണ് പരിപാടി നീ? சிவா எனக்கு இது தொடர்றதுக்கே பயமா இருக்கு. ഏ அவ்வளோ பெருசுடா. ആന്റി എന്തിനാണ് പേടിക്കണ? പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് തൊട്ടോ. പിന്നെ ഇലക്ട്രിക്കിന്റെ സാധനമാണ്, പറയാൻ പറ്റില്ല, എന്തുവേണേലും സംഭവിക്കും. ஏண்டா பயன்படுத்துறியா? ഇതൊന്നും അല്ല ഇവിടുത്തെ ഇനി ഹൈലൈറ്റ്. അമ്മൂമ്മയുടെ സാധനങ്ങളൊക്കെ ആയിരിക്കും. കയ്യിൽ കിട്ടുന്ന എല്ലായിടത്തും ഫ്രിഡ്ജിനകത്ത് കയറ്റും. ഇത് സ്റ്റോറേജ് റൂം ആയിരിക്കും തൊട്ട് ഇവിടെ. ഉറപ്പല്ലേ? ഇനി ഈ വീട്ടിൽ ഒരു ഒറ്റ വേസ്റ്റ് കാണൂല, ഉള്ളത് മൊത്തം ഇതിനകത്ത് കാണും. പിന്നെ ഞാൻ ആദ്യമായിട്ടല്ലേ ഫ്രിഡ്ജ് കാണുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഫ്രിഡ്ജ് കണ്ടിട്ടേ ഇല്ല. ഒന്ന് പോടെ ഇറക്കാം. ഇനി അമ്മമ്മ ഈ ഫ്രിഡ്ജിനകത്ത് പായും തലേണൊക്കെ സുഖം ഉറക്കായിരിക്കും. ഇടി, അത് മാത്രമല്ല, അമ്മൂമ്മ ഇപ്പൊ നോക്കിയോ, ഇനി അത് അമ്മൂമ്മയുടെ കയ്യിരിക്കണം ഞാനപ്പാന ഭഗവത്ഗീത മൊത്തം എടുത്തു വെക്കും. എന്നിട്ട് ഒരു ദിവസം വൈകിട്ട് നമ്മൾ ഫ്രിഡ്ജ് തുറക്കുമ്പോഴായിരിക്കും അമ്മൂമ്മ അതിനകത്തിരുന്ന് രാമായണം ചൊല്ലണം കാണണം. പൊന്നു മോളെ, വിളക്കൊന്നും കൊളുത്തി വെക്കരുത് കേട്ടോ അതിനകത്ത്. എല്ലാരോടും എന്നെ കളിയാക്കാൻ കിട്ടുന്ന ഒരവസരം പാഴാക്കരുത്. നീ പോടാ അവിടുന്ന്. അമ്മമ്മ ഇപ്പൊ പല സാധനങ്ങളും പല സ്ഥലത്താ വെക്കുന്നത്. അയ്യോ, അമ്മൂമ്മയ്ക്ക് വയസ്സായില്ലേ, ഓർമ്മ പെശകൊക്കെ ഉണ്ടാവുമപ്പാ. ആർക്ക്? ഞങ്ങളുടെ ഭവാനി കൊച്ചിനോ? ചുമ്മാ 18 കഴിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ഭവാനി മോള് ഇതേപോലെ ഒരു 19 കൊല്ലം കൂടെ ഓടിച്ചാടി എങ്ങായിട്ട് നടക്കൂലേ? നമ്മക്ക് അത്രയും വർഷമൊന്നും ഇരിക്കണ്ടായേ. ആര് പറഞ്ഞു? ചുമ്മാ കള്ളം. അമ്മമ്മക്ക് നമ്മുടെ പാറക്കുട്ടിയുടെ കല്യാണം കണ്ട് പാറക്കുട്ടിക്ക് പിള്ളേരാവുന്ന കണ്ടിട്ടേ പോകത്തുള്ളൂ. ശിവ, കുറച്ച് പറയരുത്. പാറക്കുട്ടിയുടെ പിള്ളേരുടെ കല്യാണം കാണണമെന്നാണ് അമ്മൂമ്മയുടെ ആഗ്രഹം. அப்படின்னா அந்த கல்யாணத்துக்கு நானும் போவேன். കരകാണ്ടി അമ്മമ്മ സെറ്റാ. പിന്നെ അവർ രണ്ടല്ല, അവരൊന്നാണ്, ചെമ്പനും തുമ്പനും. അതെ, ജമ്പൻ തുമ്പൻ വെർഷൻ 2.0. ശരിയുണ്ട് അമ്മൂമ്മ? എന്നെ കളിയാക്കിയായി ചിരിക്കുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായി. എനിക്ക് അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട്. அம்மாவோட சிரிப்பு பார்க்கறது தான் எனக்கு ரொம்ப பிடிக்கும். കണ്ടോ കണ്ടോ, എവിടുന്നോ വന്ന ഈ കൊച്ചിന് പോലും എന്റെ സന്തോഷം കാണാൻ ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾക്കാർക്കും ഇഷ്ടമല്ല. ആ, എന്തിനാ അമ്മൂമ്മ അങ്ങനെ ഒരു ടോക്ക്? എന്താണ്, ഞങ്ങൾ ചിരിപ്പിക്കുന്നില്ലേ? ചിരിപ്പിക്കണോ? ഇപ്പൊ ഇങ്ങനൊക്കെ പറയും. കുറച്ച് കഴിയുമ്പോഴേ നിങ്ങളെല്ലാം നിങ്ങളുടെ കാര്യം നോക്കി അങ്ങ് പോകും. അപ്പോഴും അപ്പൂപ്പനും അമ്മൂമ്മയും വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും. സ്വന്തം അച്ഛനെയും അമ്മയും പോലും നോക്കാത്ത മക്കളുള്ള കാലമാണ്. അപ്പോഴാ പിന്നെ അമ്മൂമ്മയും അപ്പൂപ്പനെ നോക്കാൻ വരുന്നത്. നമുക്ക് ഈ ടോക്ക് ഇവിടെ നിർത്തിയാലോ? ഇല്ലെങ്കിൽ ഭവാനി മോള് പറഞ്ഞ മോളില് എന്തിനാ വെറുതെ അയ്യോ, അവളെ തുടങ്ങി വിടല്ലേ, തുടങ്ങി വിടല്ലേ. ചിരിച്ച വീഡിയോ വേണ്ട. അമ്മൂമ്മ, അമ്മൂമ്മ, വേണ്ട 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 വേണ്ട.
അമ്മ 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 എന്താ എഴുന്നേരുങ്ങമ്മ. എന്താ എഴുന്നേരുങ്ക. ഒന്ന് മയങ്ങി വന്നതാ, അപ്പോഴാ വന്ന് വിളിച്ചു. ഇത കുടിയുങ്ക. ഞാനോ? എന്താ ഇത്? കുടിച്ചു പാരുങ്ക. അയ്യോ, എന്തൊരു എരിയാ ഇതിന്. അതെന്ന தெரியுமா? நான் കാന്താരി മുളക് പോട്ട് ഉണ്ടാക്കിന ജ്യൂസ്. ചുമ്മാതല്ല, ഇത്രയൊന്നും ഇടരുത് കേട്ടോ, ഭയങ്കര എരിവാ. അമ്മ ഇത് വന്ന് നാരങ്ങ ഇഞ്ചി നെല്ലിக்காய் இதெல்லாம் போட்டு ഉണ്ടാക്കിன ജ്യൂസ്. உங்க உடம்புக்கு ரொம்ப நல்லது, வயிற்றுக்கும். ഉടമ്പിനും വയറിനും ഒക്കെ നല്ലതായിരിക്കും, പക്ഷെ ഇത്ര എരിയൊന്നും കൂട്ടാൻ പാടില്ല. അത് നല്ലതാണ്, കാന്താരി താനേ. എന്ത് കുടിക്കുന്നേ? ജ്യൂസ്. ജ്യൂസാ? എനിക്ക് തന്നെ. മക്കൾ കുടിച്ചോ. എന്നാലും അമ്മമ്മയ്ക്ക് മാത്രം ജ്യൂസ്, നമുക്കൊന്നും ഇല്ലേ? ഉനക്കും ഉണ്ടാക്കി തരേ, കുടിച്ചു പാரு. അയ്യാ, நல்லா இருக்கா? എന്തോന്നത്? இதுதான் காந்தாரி முளகு போட்ட நெல்லிக்காய் ஜூஸ். മക്കളെ, ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും നാരങ്ങയും ഒക്കെ ഉള്ളി ചെല്ലണം, അത് നല്ലതാ വയറിന്. എവളെന്തിനാ ഇപ്പൊ കിടന്ന് വിളിച്ചെന്ന് ആരെങ്കിലും പറയൂ. അവൻ ജ്യൂസ് കുടിച്ചതിന് വിളിച്ചതാ. ജ്യൂസ് കുടിച്ചിട്ടാണ് വിളിച്ചാ? എന്തിന്? ஜூஸ் ஹாப்பினஸ் அப்படின்னு சொல்லலாம். എന്നിട്ട് ഇതൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? കുടിച്ചു നോക്ക് നീ. ചേട്ടാ കുടിക്കല്ലേ, കുടിക്കല്ലേ. എന്തൊരു നീ കുടിച്ചു പാരപ്പാ. അങ്ങനെ വെല്ലുവിളി തരുന്ന സാധനമാണെങ്കിൽ നമ്മളെ വെറുതെ വിടൂ. നോക്കിട്ട് തന്നെ വായിക്കാരും. ഫുള്ളാ കുടിച്ചിട്ടിയാ? കിട്ടു സാധനം കേട്ട എരിഞ്ഞങ്ങ് ഇറങ്ങി. ഒരു ഗ്ലാസ് കൂടെ കിട്ടു. நான் 2 கிளாஸ் தான் ഉണ്ടാക്കിனேன். ஒன்னு வந்து அம்மாக்கு, ஒன்னு வந்து நான் டேஸ்ட் பண்ணினப்பவே ஃபுல்லா தீந்துருச்சுடா. അമ്മ കുടിച്ച അമ്മ? കുടിച്ചു. കിടു സാധനല്ലേ? കുടു സാധനം. അമ്മ എല്ലാം കുടിക്കല, അതുതാ നീ ഇപ്പൊ കുടിച്ചത്. അല്ല, ഒന്ന് കനകാന്റി കുടിച്ച്, ഒന്ന് ഞാൻ കുടിച്ച്. അപ്പൊ അമ്മൂമ്മക്ക് ഇല്ല. അമ്മ நான் மறுபடியும் போய் ഉണ്ടാക്കിയിട്ട് കൊണ്ടുതരാം. വേണ്ട വേണ്ട, ഇനി എനിക്ക് വേണ്ട. என்ன வேண்டாம்? வேணும், உடம்புக்கு நல்லது. நான் அப்பா போய் ഉണ്ടാക്കി കൊണ്ടുവരാം. 2-3 ഗ്ലാസ് എക്സ്ട്രാ. ദണ്ടാ. ഈ കൊച്ചിന്റെ ഒരു കാര്യം, അടുക്കളയിൽ നിന്ന് അതിന് ഇറങ്ങാൻ സമയമില്ല. ഇത് കാണുമ്പോഴേ എനിക്ക് എന്റെ ചെറുപ്പകാലം ഓർമ്മ വരുന്നേ. പാവൊക്കെ തന്നെ. ഇപ്പൊ എനിക്ക് അന്ന പണിക്ക് ഞാൻ തിരിച്ചും പണി കൊടുക്കും. വേണ്ട, ഇങ്ങോട്ട് നോക്കിയേ. അതിനെ വല്ലതും പറയോ ചെയ്യോ ചെയ്താലേ പാറു എന്റെ സ്വഭാവം എന്തോന്ന് അറിയും കേട്ടോ. ചുമ്മാ അല്ലേ അമ്മമ്മ. എവിടുന്നോ വന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി എന്റെ പെരുന്തിരിക്കോവിലപ്പാ. അമ്മൂമ്മ പോയി. ഞാൻ കനകാന്റെ അടുത്തോട്ട് പോയിട്ട് ജ്യൂസിന് കുറച്ച് ആൾട്രേഷൻ വരുത്തിട്ട് വരാം. ഓ കനകാന്റെ. അയ്യോ, കാലിന്റെ മുട്ടേ. അമ്മമ്മ എന്താ കിടക്കുന്ന? ഈ ഇടയായിട്ടേ കുറച്ചു നേരം നിന്ന് കഴിയുമ്പോഴേ കാലിൻ്റെ മുട്ടിനങ്ങ് ഭയങ്കര വേദനയാ മക്കളെ. ഇങ്ങനെ തരിച്ചിങ്ങനെ അങ്ങ് കയറും. കുറച്ചു നേരം കിടന്നു കഴിയുമ്പോൾ പിന്നെ ആശ്വാസമുണ്ട്, പിന്നെ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്യാം. എന്നാ പിന്നെ ഞാൻ കാല് തടവി തരട്ടാ? അയ്യോ, മക്കള് കാല് തടവൊന്നും വേണ്ട. മക്കളൊരു കാര്യം ചെയ്യും, അമ്മൂമ്മ ഇങ്ങോട്ട് നീങ്ങി കിടക്കാം. മക്കൾ ഇങ്ങോട്ട് കിടന്നു. വാ ഇങ്ങോട്ട്. വേണ്ട, വാ. ഞാൻ കാല് തടവാ. വേണ്ടെന്നേ. തടവാ. അയ്യോ, അമ്മയ്ക്ക് ഇനിയിപ്പോൾ എന്തോ വേണം? ഇനി മക്കളെ തടവിയത് മതി, മക്കളുടെ കൈ വേദനിക്കും. എന്താണ് മുമ്മയുടെ കാലൊക്കെ തിരുമ്മി കൊടുക്കണേ? എന്തോ കാര്യം സാധിക്കാനുള്ള പരിപാടിയാ മുമ്മ. സാധിക്കുണ്ട്. പടവലത്തെ സ്വത്തൊക്കെ എഴുതി മേടിക്കാൻ വേണ്ടി അമ്മമ്മയുടെ കാല് തടവോ? ഇല്ലേ, പറയണം നോക്കി. ഓരോരോ ആഗ്രഹങ്ങൾക്ക് പുറത്തു വരുന്നുണ്ടാ. ആർക്കും അമ്മമ്മയുടെ കാല് തടവാൻ വയ്യ. ഞാൻ തടവുമ്പോ കുറ്റം. പാർക്കുട്ടാ, പഠിത്തം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള തടവലാണിതെന്നുണ്ടെങ്കിൽ ആ സോപ്പ് വീട് ഓടൂല. പഠിക്കേണ്ട പ്രായത്തിൽ നീ പഠിച്ചേ പറ്റൂ. അത് തന്നെ, പഠിക്കേണ്ടുന്ന സമയത്ത് നല്ലതായിട്ട് പഠിച്ചില്ലെങ്കിൽ അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് മേടിക്കും. അമ്മമ്മ ഇതെന്നെ മനഃപൂർവ്വം പൊക്കിയെടുത്ത് ഇട്ടായിരുന്നതാണ്. എന്തിനാ മനഃപൂർവ്വം പൊക്കി എടുത്തിട്ട് വരുന്നേ? അമ്മൂമ്മ എനിക്കെതിരെ ഇളക്കിവിടെ. അതെന്തിനാ അങ്ങനെ ഇളക്കി വിടുന്നേ? അത് തന്നെ, ഞങ്ങക്ക് വേറെ പണിയില്ലേ? 2 മിനിറ്റ് നന്നായിട്ട് തടവിയിട്ട് വേഗം പോരുന്ന് പഠിച്ചോട്ടോ, എക്സാം വരുന്നേ. ഞാൻ പഠിച്ചോളാം.
അമ്മമ്മ എടുത്ത് വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ നല്ലപോലെ പഠിക്കും. കാണാം ഇനിയിപ്പൊ പഠിച്ചങ്ങോട്ട് തള്ളും. തള്ളല് മാത്രമേ നടക്കത്തുള്ളൂ. നിങ്ങൾ പോയേ, അമ്മമ്മയോട് നടക്കട്ടെ. അമ്മമ്മ ഇറങ്ങിക്കോളാം. എനിക്കേ എൻ്റെ കണ്ണടയുന്നത് വരെ ഇതുപോലെ എല്ലാവരും എൻ്റെ അടുത്ത് വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഈ ഒറ്റപ്പെടലേ അമ്മൂമ്മയ്ക്ക് ഭയങ്കര പേടിയാ. ചേച്ചി ആ എടാ ചേച്ചി. ഇങ്ങടോ. ആ ചേച്ചി, എൻ്റെ ഫ്രണ്ട് ഇപ്പൊ വിളിച്ചായിരുന്നു. അവൻ ഇവിടെ ഒരു കഫേ തുടങ്ങിയേക്കണം. എവിടെ? നമ്മുടെ എടപ്പള്ളിയില്, എടപ്പള്ളി പൈപ്പ് ലൈൻ റോഡ് അവിടെ. സൂപ്പർ സാധനം, ക്ലാസിക് സാധനം. അപ്പോൾ അവിടെ എന്തെങ്കിലും ബർഗർ അത് ഇതൊക്കെ ഉണ്ട്. വൈകിട്ട് 7 മണി മുതൽ 12 മണി വരെയാണ് ഷോപ്പ്. അപ്പോൾ ഇങ്ങനെ പാർട്ട് ടൈമിന് ആൾക്കാരെ ജോലിക്ക് എടുക്കണമെന്ന് പറഞ്ഞു. 20 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കുള്ള പിള്ളേരെയാണ് വേണ്ടതെന്നാണ് പറഞ്ഞത്. മണിക്കൂറിന് 100 രൂപ വെച്ച്. അപ്പോൾ 7 മണിക്കൂറാകുമ്പോൾ 700 രൂപ. നീ പോന്നാ? പിന്നെ പോയേക്കാന്ന് വിചാരിച്ച് 700 രൂപ കിട്ടി നമുക്ക് എന്തൊരു പുളിക്കൂ. എന്നിട്ട് മോനെ എപ്പ ഇരുന്ന് പഠിക്കാനാ? 12 മണിയാകുമ്പോ ഡ്യൂട്ടി കഴിയും, വീടെത്തുമ്പോ 1 മണി, പിന്നെ നിന്റെ ഫോൺ വിളി കൊഞ്ചലൊക്കെ കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയൊക്കെ പോലും 2 മണി 3 മണി ആണോ? നീ എന്നിട്ട് എപ്പോ കോളേജിൽ പോ? അല്ല നീ എവിടെയാണ് കോളേജിൽ പോണത് ഇപ്പോ? നീ പഠിക്കാറുണ്ടാ? നിനക്ക് വെറുതെയാണ് ഫീസൊക്കെ തന്നത്? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനല്ലേ. എന്ത് അല്ല? ഞാൻ പഠിക്കണൊക്കെ ഉണ്ട്, ആൾക്കാരും ചേച്ചി വിടും. പക്ഷെ പഠിത്തത്തിന്റെ കൂടെ ഒരു വരുമാനം ഉള്ളത് നല്ലതല്ലേ? വേണ്ട, ഡിഗ്രി ആദ്യം കഴിയട്ടെ, എന്നിട്ട് നമുക്ക് വരുമാനത്തിനെ പറ്റിയൊക്കെ ചിന്തിക്കാം. ജോലിക്ക് പോവാ നിക്കണ്, പഠിക്കോ ഇല്ല. മാർക്ക് വരട്ടെ, പ്രശ്നത്തെ കാണാം. ഡിഗ്രി കഴിയുമ്പോ പിന്നെ എന്റെ കാര്യത്തിൽ ഇടപെടാൻ പറ്റും. നിന്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന് പറയാൻ പറ്റില്ല, അത് ഞാൻ ഇടപെടും. പക്ഷെ നിനക്ക് ഇഷ്ടമുള്ള ജോലിയൊക്കെ ചെയ്തു. അതിന് ഡിഗ്രി ചെയ്യിക്കണ്ടേ? എന്താ അതിന് ഡിഗ്രി ചെയ്യിക്കണ്ടേന്ന്? പുഷ്പം പോലെ ജയിക്കും, ഇങ്ങനെ പുഷ്പം പോലെ ജയിക്കും. പക്ഷെ എനിക്ക് സംശയമുണ്ട്, ബുക്ക് പോലും തുറന്നു നോക്കാതെ ചേട്ടൻ എങ്ങനെ ജയിക്കാനാ? ബുക്ക് തുറന്നു നോക്കാനാടി? ബുക്കെന്ന് പോലും പറയാത്ത നീ എങ്ങനെ ജയിക്കാനാടി? എടീ, നീ എന്തെങ്കിലും പടം കണ്ടിട്ടുണ്ടാ? അതിനകത്ത് ഇങ്ങനെ എടുക്കുന്നു, ബുക്ക് നോക്കുന്നു, വിടുന്നു, എടുക്കുന്നു, ബുക്ക് നോക്കുന്നു, വിടുന്നു. അതേപോലെയാണ് നമ്മള് ടെക്സ്റ്റ് ഇങ്ങനെ തുറന്നു നോക്കുന്നു, ഫുള്ള് പഠിക്കുന്നു, വെക്കുന്നു. സിമ്പിള്. ഭയങ്കര സിമ്പിളാ. മലയാള പഠന വിഷയം രചിച്ചത് ഇവനാണല്ലോ. ചിരിക്ക് കേട്ടാ, നിന്റെ ചിരിയൊക്കെ കുറച്ച് കഴിയുമ്പോ നമുക്ക് കറക്കും. ഇച്ചിരി ഓവർ കോൺഫിഡൻസ് കൂടുതലാ. ശരിക്കും പറഞ്ഞ അഹങ്കാരം. അഹങ്കാരോ? ഓടി പോ, നീ ഓട്, ഓടറേ. ഓടൂല കേശോട്ടാ. അമ്മ ഭയങ്കര ഉറക്കാ, പയ്യെന്നാ പറയുന്നത്. എങ്ങനെ വയ്യാതിരിക്കാനാ? ഒരു 5 മിനിറ്റ് സമയം കിട്ടിങ്ങനെ വരികിന് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കും. ഇനിയിപ്പൊ എണീറ്റാലും നോക്കിക്കോ, നേരെ അടുക്കളോട്ടേക്ക് ഓടണം ജോലി ചെയ്യാൻ വേണ്ടി. ഇനി അമ്മമ്മ ഞാൻ നോക്കും. കൂടുതൽ അങ്ങനെ നോക്കണ്ട, മോളൊക്കെ പഠിച്ചാ മതി കേട്ടാ. പാറുവിന്റെ പഠന വിഷയമാണ് ഇനി ശരിക്കും വിഷയമാവാൻ പോണത്. ചേട്ടാ, എനിക്ക് നല്ല ബുദ്ധിയുണ്ട്, പഠിക്കാൻ ഇച്ചിരി ബുദ്ധി കുറവാന്നേ ഉള്ളൂ. എന്താ, പഠിക്കാത്തവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റൂലേ? നീ അങ്ങനെ പറഞ്ഞ് മുങ്ങാൻ നോക്കണ്ട കേട്ടാ മക്കളെ. പഠിക്കാത്തവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റൂല പോയി. നിന്നെ പോലെ തന്നെ എല്ലാ ടൈപ്പും പഠിച്ചു വെച്ചിട്ടുണ്ട്. നീ എന്നെ പോലെ പറഞ്ഞാൽ മതിയല്ലോ. എനിക്ക് പിന്നെ ബേസ് എങ്കിലും ഉണ്ട്. ഈ കുരിപ്പേ ഇച്ചിനിയെങ്കിലും ബേസ് വേണം. ബേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അടിത്തറ. ഈ അക്ഷരങ്ങളൊക്കെ വായിക്കാനും കൂട്ടി വായിക്കാനും കണക്ക് കൂട്ടാനും ഒക്കെ അറിയണം. അല്ലെങ്കിൽ 10 വരുമ്പോ തോറ്റു പോവും, ജയിക്കൂല കേട്ടാ. ജയിക്കണ്ടേ? നീ അത്രയും കൊച്ചാക്കല്ലേ? ശരിയാണ്, ഞങ്ങളുടെ കൊച്ചു ഇത്തിരി ഉഴപ്പൊക്കെ ചെയ്യും. പക്ഷെ നാഞ്ഞു പിടിച്ച പാറക്കുട്ടി എക്സാമിന് ഫുള്ളാ അല്ലേ? ആഞ്ഞ് പിടിക്കണം പക്ഷെ പിടിക്കില്ല. ഇപ്പൊ തൽക്കാലത്തിന് നിന്റെ ആ കേസ് ഞാൻ വിട്ടേക്കണേ കേട്ടാ. ലച്ചേച്ചി, ഞാനേ ഇപ്പം പടവലത്തോട്ടൊന്ന് പോണം. കാരണം പടവലത്ത് കുറെ പായ സ്ഥലം കിടപ്പുണ്ടല്ലേ, അവിടെ മൊത്തം വെയിലടിക്കുന്ന സ്ഥലത്ത് ഡ്രാഗൺ ഫ്രൂട്ട് നടാൻ ഒരു പ്ലാൻ ഇവിടെ അടുത്തുള്ള നഴ്സറിയിൽ കണ്ടുവച്ചിട്ടുണ്ട്. കുറെ തൈ ഇരിക്കുന്നു. പണ്ട് നമുക്ക് അപ്പൂപ്പൻ്റെ ഒപ്പിക്കുക. കൊണ്ടുവന്നു, അവിടെ ഫുള്ള് നടന്നു, നമ്മൾ വിളയിക്കുന്നു, വിൽക്കുന്നു, കഴിക്കുന്നു, വിൽക്കുന്നു. നീ ഇത്ര നേരത്തെ കൃഷിയിലേക്ക് ഇറങ്ങാൻ പ്ലാനോടെ? എന്തിലോട്ട് ഇറങ്ങാൻ? ഇത്ര നേരത്തെ കൃഷിയിലോട്ട് ഇറങ്ങാൻ പ്ലാനോന്ന്? ശിവ, മെർലിന്റെ അപ്പനെ കൊറേ പറമ്പുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഭാവിയിൽ പിന്നെ തോട്ടപ്പണിക്കാരനായിട്ട് കയറാം. നോക്കിയിരിക്കത്തേ ഉള്ളു. അല്ലടാ, അലീനൊക്കെ ആണെങ്കിൽ പിന്നെ ബാംഗ്ലൂർ കുറെ ടൈലിന്റെ മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ, അവിടെ ടൈല് വെട്ടാൻ പോവാ. ടൈല്?
ടൈല് വെട്ടാൻ ടൈല് വെട്ടാൻ നിന്റെ സ്ട്രെങ്ത് വേണം. ഞാൻ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. ചിലപ്പോ എന്റെ കുഞ്ഞനീത്തിയും പൊന്നു ചേച്ചി ഇല്ലാണ്ടായി പോകും. അല്ല കേശു, നമുക്ക് ടൈല് വെട്ടുന്നതിനെ പറ്റി ഒന്ന് ഇരുത്തി സംസാരിക്കാം. വാ. ടൈല് വെട്ടുന്നതിന്റെ കട്ടർ വാ, വാ. എങ്ങനെയാണ് ടൈല് വെട്ടുക? എന്റെ പുറകെ വരരുത് കുരിപ്പേ. ചോദിക്കട്ടെ ഞാൻ. അതിന്റെ ഇടയ്ക്ക് ഇത് ഉറങ്ങിയേ. സാറേ വല്ലോം തായ സാറേ 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 2 ദിവസമായി വല്ലതും കഴിച്ചിട്ട് സാറേ. സാറേ എന്തെങ്കിലും എന്താ സാറേ? എന്തെങ്കിലും ഇച്ചിരി എന്തെങ്കിലും വാങ്ങിച്ചതാ സാറേ. സാറേ സാറേ എന്താ മോളെ 2 ദിവസമായി വല്ലതും കഴിച്ചിട്ട്? മക്കളെ എന്തെങ്കിലും തരുവോ? അമ്മൂമ്മയ്ക്ക് ആരുമില്ല. എന്തുവാ മോളെ? എന്തെങ്കിലും താ മോളെ. ഒന്നും കഴിച്ചിട്ടില്ല. അയ്യോ അമ്മമ്മേ, അമ്മമ്മേ, അമ്മമ്മേ. என்னாச்சு? ഇവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. ചിലപ്പോ നല്ല സ്വപ്നം കണ്ടു കാണും. സ്വപ്നം കണ്ടോന്ന മോനെ? പറ എന്തുവാടാ? അമ്മമ്മ ഓടിയിരിക്കുന്നു. സ്വപ്ന അമ്മൂമ്മ എങ്ങും പോകത്തില്ല. അമ്മൂമ്മ ഇവിടെ ഇല്ലയോ? എന്റെ പൊന്നുമോന്റെ അടുത്തില്ലയോ? പിന്നെന്തിനാ അമ്മൂമ്മ മോനിങ്ങനെ കരയുന്നേ? അമ്മൂമ്മക്ക് മക്കളെല്ലാരും ഇല്ലേ അമ്മൂമ്മയുടെ അടുത്ത്? പിന്നെന്തിനാ അമ്മൂമ്മ റോഡിൽ പോയിരിക്കുന്നേ? മക്കളെ കരയല്ലേടാ? എന്റെ പൊന്നും കരയല്ലേ? അമ്മമ്മ എങ്ങും പോരുതേട്ടാ. അമ്മമ്മ ഞാൻ നോക്കിക്കോളാം. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.